കൊട്ടാരക്കര പള്ളിക്കൽ ഏലാപ്പുറം സർപ്പക്കാവിൽ വിഗ്രഹങ്ങൾ നശിപ്പിക്കുകയും കൽവിളക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്ത ബി.ജെ.പി. പ്രാദേശിക നേതാവിനെ റിമാൻഡ് ചെയ്തു. പിടിയിലായ ബി.ജെ.പി. ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന പള്ളിക്കൽ രാധാമണിയുടെ ഭർത്താവ്. കഴിഞ്ഞ മാസം 21-ന് രാത്രിയിലായിരുന്നു സംഭവം. ക്ഷേത്രത്തിൽ നിന്നും ശിവവിഗ്രഹം കടത്തിക്കൊണ്ടുപോവുകയും സർപ്പക്കാവിലെ നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും വിഗ്രഹം പിഴുതുമാറ്റി സമീപത്ത് ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ക്ഷേത്രത്തിനു മുന്നിലെ ദുർഗാദേവി ക്ഷേത്രത്തിന്റെ കൽവിളക്കുൾപ്പെടെ 3 കൽവിളക്കുകളും കമ്മിറ്റി ഓഫീസിലെ 25 കസേരകളും 2 മേശകളും അടിച്ചു തകർത്തു. മുട്ടത്തറ ജംഗ്ഷനിലെ ക്രിസ്മസ് പുൽക്കൂടും നശിപ്പിച്ചതായി കണ്ടെത്തി. ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ വർഗീയവാദികൾ സംഭവം ആളിക്കത്തിച്ചു. കൊട്ടാരക്കര പോലീസ് നടത്തിയ സമഗ്ര അന്വേഷണമാണ് പ്രതിയെ കുടുക്കിയത്. നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ ചിത്രങ്ങളിൽ നടത്തിയ സൂക്ഷ്മ പരിശോധനയിൽ ഇയാളുടെ കാലിന്റെ നേരിയ വളവ് ശ്രദ്ധയിൽപ്പെട്ടു. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. ക്ഷേത്ര ഭാരവാഹികളുമായി ഇയാൾക്ക് തർക്കമുണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ക്ഷേത്രത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ ശിവവിഗ്രഹം 200 മീറ്റർ അകലെയുള്ള ആഴമേറിയ കിണറ്റിൽ നിന്നും കണ്ടെത്തി. രഘു നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കിണർ വറ്റിച്ചാണ് വിഗ്രഹം വീണ്ടെടുത്തത്. കൊട്ടാരക്കര SHO എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ SIമാരായ അഭിലാഷ്, പങ്കജകൃഷ്ണ, സിവിൽ പോലീസ് ഓഫീസർമാരായ മനുകൃഷ്ണൻ, ശ്യാംകൃഷ്ണൻ, രാജേഷ്, ദീപക്, അസർ, പ്രകാശ് കൃഷ്ണൻ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കൈരളി ന്യൂസ്, കൊല്ലം.